ഇപ്പൊ എല്ലാവരും ഈ മൈനിങ്ങിന്റെ പറയുകയാണ്. BTC മൈനിങ്ങിന്റെ പുറകെയല്ല, ഞാൻ കാണുന്നില്ല ആരെയും BTC മൈനിങ്ങിന്റെ പുറകെ പോകുന്നത്. എല്ലാവരും ലൈക്ക് പൈക്കോയിൻ മൈനിങ്, ദെൻ ഹാംസ്റ്റർ കോമ്പാറ്റ്, ഇപ്പൊ വളരെയധികം ഫേമസ് ആണ് ഈ ഒരു മൈനിങ് എന്ന പ്രോസസ്സ്. ബട്ട് എന്താണ് ഈ മൈനിങ് എന്താണ് ഈ മൈനിങ്ങിന്റെ ഫ്യൂച്ചർ, എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ? അപ്പൊ നമുക്ക് മൈനിങ് എന്താണെന്ന് അറിയുന്നതിനെല്ലാം മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി, എന്താണ് ഈ BTC എന്നൊക്കെ കേൾക്കുന്നത് എന്താണെന്ന് ഒന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇതൊരു കറൻസിയാണ്, ഒരു ഡിജിറ്റൽ കറൻസിയാണ്. ഇത് യൂസ് ചെയ്യുന്ന ടെക്നോളജി ക്രിപ്റ്റോഗ്രഫി എന്ന് പറയും. ഇൻ ഡെപ്ത് നമ്മൾ അത്രയ്ക്ക് പോകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു വിർച്വൽ കറൻസിയാണ്. ഇത് യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ക്രിപ്റ്റോഗ്രഫിയാണ്. ഇതിന്റെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ക്രിപ്റ്റോ കറൻസി ഡീസെൻട്രലൈസ്ഡ് ആണ് എന്നുള്ളത്. എന്നാൽ എന്താണ് ഈ ഡീസെൻട്രലൈസ്ഡ്? എന്നാൽ ചിലർക്ക് ഇത് ടോട്ടലി ഒരു പുതിയൊരു കാര്യമായിരിക്കും, ക്രിപ്റ്റോ കറൻസി ഡീസെൻട്രലൈസ്ഡ് ആണ് എന്നുള്ളത്. ബട്ട് എന്നാൽ നമുക്ക് ആദ്യമേ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലൊന്ന് പോയി നോക്കാം. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ സ്വന്തം RBI. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കറൻസി തന്നെ നമുക്ക് എടുത്ത് നോക്കാവുന്നതാണ്. ഇപ്പം ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ ഇല്ല, ഇത് എന്ത് തന്നെ ഇതിനകത്ത് നടക്കണമെന്നുണ്ടെങ്കിലും ഇതിന്റെ ഫുൾ പവർ ഇരിക്കുന്ന ആരുടെ കയ്യിലാണ്? RBIയുടെ കയ്യിലാണ്. അതായത് ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ഇവിടെ എന്ത് നടക്കണമെന്നുണ്ടെങ്കിലും RBI തീരുമാനിക്കുന്നതായിരിക്കും. ബട്ട് എന്നാൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ടോട്ടലി ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇപ്പം RBIയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു അതിന്റെ കയ്യിലാണ് സുപ്രീം പവർ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ബട്ട് എന്നാൽ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിൽ ആർക്കും തന്നെ അങ്ങനെ ഒരു സുപ്രീം പവർ ഇല്ല. ഇപ്പൊ നോർമലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ നടക്കുന്ന എന്ത് ട്രാൻസാക്ഷൻ്റെ ആണെങ്കിലും RBIയുടെ കയ്യിൽ കണക്കുണ്ട്. അതായത് അവർക്കൊരു കണക്ക് പുസ്തകം തന്നെയുണ്ട് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻ്റെയും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഒരു ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലൂടെയാണ്. സോ ഈ ട്രാൻസാക്ഷൻ ഡേറ്റ മുഴുവൻ ഈ ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലുള്ള എല്ലാവരും കൂടെയാണ് സൂക്ഷിക്കുന്നത്. അതായത് ഒരു കണക്ക് പുസ്തകം എല്ലാവരും കൂടെയാണ് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഇതിനെ ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ എന്ന് നമ്മൾ പറയുന്നതാണ്. നമുക്കൊരു ബിറ്റ്കോയിൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വേറൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഒരു പബ്ലിക് കീ ഉണ്ട്, ഒരു പ്രൈവറ്റ് കീ ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് അയക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ബിറ്റ്കോയിൻ അയക്കുകയാണെന്ന് വെക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ പബ്ലിക് കീയും നിങ്ങളുടെ പബ്ലിക് കീയും എത്ര ബിറ്റ്കോയിൻ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നത്, ഇതെല്ലാം വെച്ചൊരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു പ്രൈവറ്റ് കീ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഡിജിറ്റൽ വെരിഫിക്കേഷൻസ് നടക്കും. അതായത് ഇത് എൻ്റെ ആണ് ഇത് ഇത്ര അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നത്, ഒരു കൺഫർമേഷൻ നടത്തുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെരിഫൈഡ് ട്രാൻസാക്ഷൻ ഡേറ്റാസ് എല്ലാം BTC നെറ്റ്വർക്കിലോട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ BTC നെറ്റ്വർക്ക് ഉണ്ടല്ലോ നിലനിൽക്കുന്നത് തന്നെ നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് സെർവേഴ്സ് വഴിയാണ് ഇത് നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ എൻ്റെ ഈ പബ്ലിക് വെച്ചിട്ട് ഒരു വെരിഫിക്കേഷൻ നടത്തും, അതായത് ഡിജിറ്റൽ സൈൻ വെരിഫിക്കേഷൻ നടത്തും. അതിനോടൊപ്പം തന്നെ എനിക്ക് നടത്തേണ്ട ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ, ഇതിനാവശ്യമുള്ള ബിറ്റ്കോയിൻ എൻ്റെ വാലറ്റിലുണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഈ വെരിഫൈഡ് ട്രാൻസാക്ഷൻ ഒരു പൂൾ, അതായത് ഒരു മെമ്മറി പൂളിലോട്ട് താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യും. നേരെ ബ്ലോക്കിലോട്ട് പോകാനാണ്. ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലോക്ക് ചെയിൻ തന്നെയാണ്. സോ ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ നമ്മൾ കുറെ അധികം കേട്ട് കാണും. എന്നാൽ വളരെ മിനിമലായിട്ട് എന്താണ് ബ്ലോക്ക് ചെയിൻ ജസ്റ്റ് നമുക്കൊരു ഇൻട്രോ പോകാവുന്നതാണ്. ബ്ലോക്ക് ചെയിൻ നോക്കുമ്പോഴത്തേക്ക് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ BTCയുടെ കാര്യത്തിൽ, അതായത് BTC ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇതിന്റെ ഡേറ്റാസ് എല്ലാം, അതായത് കണക്ക് പുസ്തകം കീപ്പ് ചെയ്യുന്നത് എല്ലാവരും കൂടെയാണ്, BTC നെറ്റ്വർക്കിലുള്ള എല്ലാവരും കൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഈ കണക്കുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബ്ലോക്കുകളിലാണ്, ഒരു ചെയിൻ ഓഫ് ബ്ലോക്കുകളിലാണ്. അങ്ങനെയാണ് ഇതിനെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് ടു സ്റ്റോറി, നമ്മുടെ ആ ഒരു മെമ്മറി പൂൾ ഉണ്ടായിരുന്നല്ലോ, ഡേറ്റാസ് എല്ലാം കീപ്പ് ചെയ്ത് മെമ്മറി പൂളിൽ തൽക്കാലമായിട്ട് നിൽക്കുന്നത്. ഈ മെമ്മറി പൂളിൽ നിന്ന് ബ്ലോക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലത്താണ് നമ്മുടെ മൈനേഴ്സിന്റെ ആവശ്യം വരുന്നത്. മൈനേഴ്സ് ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യുക എന്നതാണ്. അതായത് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ ഫീ ഉള്ള ട്രാൻസാക്ഷൻ ഇവർ സെലക്ട് ചെയ്യുന്നു. ലേറ്റർ ഇതൊരു ബ്ലോക്ക് ടെംപ്ലേറ്റ് ആണ് ഇവർ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് മൈനേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പസിൽ സോൾവ് ചെയ്യുക എന്നതാണ്. ഒരു ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പസിലാണ് ഇവർ സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ബട്ട് എന്നാൽ ഈ ഒരു പസിൽ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് കമ്പ്യൂട്ടേഷൻ പവറിന്റെ ആവശ്യമുണ്ട്. ഈ ഒരു കമ്പ്യൂട്ടേഷൻ പവർ വെച്ചിട്ട് ഈ പസിലിനുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് മൈനേഴ്സ് ബേസിക്കലി ചെയ്യുന്നത്. അതായത് മൈനേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കോമ്പീറ്റ് ചെയ്യുകയാണ് ഇതിനുള്ള എക്സാക്ട് ഉത്തരം കണ്ടെത്താൻ. ആരാണോ ഈ ഒരു സോൾവ് ചെയ്യുന്നത്, അതായത് ഈ ഒരു പസിൽ ആരാണോ സോൾവ് ചെയ്യുന്നത് ആ ആളായിരിക്കും ഈ ഒരു ബ്ലോക്ക് ചെയിനിലോട്ട് ഈ ബ്ലോക്ക് ആഡ് ചെയ്യുന്നത്. ഒരു മൈനർ എത്രത്തോളം അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നോ അത്രത്തോളം അറ്റംപ്റ്റ്സ് ആ ഒരു സിംഗിൾ പസിൽ സോൾവ് ചെയ്യാനായിട്ട് അവർക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു സെക്കൻഡിൽ 1 ക്വിൻട്രില്യൺ, അതായത് ഒരക്കം കഴിഞ്ഞിട്ട് 18 പൂജ്യം വരെ ഇത്രയും അറ്റംപ്റ്റ്സ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ആയിട്ടിരിക്കുന്ന മൈനേഴ്സ് ഉണ്ട് ഇവിടെ. ഇവരുമായിട്ടാണ് നമ്മൾ എല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്നത്.
അങ്ങനെ ഈ ഒരു പസിൽ സോൾവ് ചെയ്ത് ഈ ബ്ലോക്കിനെ ആഡ് ചെയ്യുന്ന മൈനറിന് ഓൾമോസ്റ്റ് 3.125 ബിറ്റ് കോയിൻസ് ആയിരിക്കും കിട്ടുക. അതിനോടൊപ്പം തന്നെ ഈ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ഒരു ഫീസ് ഉണ്ടല്ലോ, അതും ആ ആൾക്ക് റിവാർഡായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്ത ബ്ലോക്കിലെ ഡേറ്റയും പസിലിൻ്റെ സൊല്യൂഷനും നോഡ് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുള്ള ബിറ്റ് കോയിൻ നിങ്ങളുടെ വാലറ്റിൽ കാണിക്കുകയുള്ളൂ. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടേഷൻ തന്നെയാണ് മൈനേഴ്സ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ പലരും ഫോണിൽ കുത്തിക്കൊണ്ട് മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ഫോണിൽ കുത്തിക്കൊണ്ട് മൈനർ ആകാനായിട്ട് ശ്രമിക്കുന്നു. ഇതിൻ്റെ റിയാലിറ്റി എന്താണ്? ഡേറ്റ ലീക്കേജ് ആണോ? കുറേ അധികം രാജ്യങ്ങൾ പല കോയിൻസ് വന്നു, ലെറ്റ്സ് സേ പൈക്കോയിൻ ആണെങ്കിലും ഹാംസ്റ്റർ കോമ്പാക്റ്റ് ആണെങ്കിലും പല രാജ്യങ്ങളിലും ബാൻ തന്നെ ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം. സോ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നത് എന്താണെന്ന് ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലുള്ള ഈ ഓരോ മൈനിങ്ങോ എന്ത് ഗെയിം ആണെങ്കിലും അതിൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മൈനിങ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ടതായിട്ട് വരും, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്ന് കാണും. ബ്ലോക്ക് ചെയിൻസ്, ദെൻ നോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആയി കാണും. ബട്ട് എന്നാൽ ഇതാണ് ആക്ച്വൽ മൈനിങ് എന്ന് പറയുന്നത്. സോ ക്രിപ്റ്റോ കറൻസി ബേസ് ആയിട്ട് കുറേ അധികം കോണ്ടന്റ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് ട്രേഡിംഗ് പോകുന്നുണ്ട്. ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാൻ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ഫോളോ ഫോർ മോർ വീഡിയോസ്.